എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഹണിമൂൺ ട്രിപ്പ് പോകുന്ന ആനന്ദിന്റെ ശ്രീദേവിയുടെയും കൂടെ ആകാശും ഇത്ര ആരിനും ഒക്കെ പോകാനായിട്ട് അങ്ങനെ റെഡിയാവുകയാണ്. ഈ സമയത്ത് ആകാശം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ആ കാര്യങ്ങളൊക്കെ പറയുന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതൊക്കെ അംഗീകരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ എന്ന് പറയാണ് നിങ്ങളുടെ കൂടെ. ഇത് കേട്ട് കഴിയുമ്പോൾ ആകാശം പറഞ്ഞു, നിനക്ക് എന്താ ഡിമാൻഡ് ഉള്ളതെന്ന് ചോദിക്കാം. ഡിമാൻഡ് ഒക്കെ ഉണ്ട്, ആകാശം അത് അംഗീകരിച്ചാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് ആ ശ്രീദേവി അടുത്തിട്ട് പോകാൻ ഇഷ്ടമില്ല. അവരുടെ ഒരു ജാടയും വർത്താനം കാര്യങ്ങളൊന്നും ഒട്ടും എനിക്കങ്ങോട്ട് പിടിക്കില്ല എന്ന് പറയാണ്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ചില കാര്യങ്ങളൊക്കെ, അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവർ ചിലപ്പോൾ ഈ പറയുന്ന ശ്രീദേവിയടുത്തിയുടെ മേൽനോട്ടത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞാൻ അതിന് സമ്മതിക്കത്തൊന്നുമില്ല. എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അഭിപ്രായം പറയുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അവരുടെ ഹണിമൂൺ ട്രിപ്പ് അല്ലേ, അപ്പൊ നമ്മളെയും കൂടെ കൊണ്ടുവന്ന് വെച്ചോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ മീനാക്ഷി എന്ന് ചോദിക്കുക. എന്നും പറഞ്ഞോണ്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. പണ്ട് നമ്മൾ രണ്ടും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോയത് ഓർമ്മയുണ്ടല്ലോ, അന്ന് എന്തൊക്കെ പുലിവാല പോയി പിടിച്ചത്, ഒരിടത്തൊന്ന് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി പോകാൻ പോലും പറ്റിയില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, ഇത്തവണ അങ്ങനെയല്ലോ, അച്ഛനില്ലല്ലോ നമ്മുടെ കൂടെ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷേ എങ്കില് എനിക്ക് ചില കാര്യങ്ങളൊന്നും അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, ഈ പറയുന്ന ശ്രീദേവി അടുത്തിൽ ചില കാര്യങ്ങളൊക്കെ എന്ന് പറയണം. പിന്നെ ആകാശിനൊരു സ്വഭാവമുണ്ട്, ആകാശ് പറയുന്ന എല്ലാം ഞാൻ അങ്ങോട്ട് അനുസരിച്ചോണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, ഓഹോ, അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പറഞ്ഞ എന്ത് കാര്യം ഞാൻ അനുസരിക്കായിരുന്നു ഇരുന്നിരിക്കുന്നത്? അല്ല, ഞാൻ നിന്നെ എന്തിൽ അടിച്ചേൽപ്പിക്കാറുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അടിച്ചേൽപ്പിക്കാറൊന്നുമില്ല, പക്ഷെ ഈ ട്രിപ്പ് പോകണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, ആകാശം നിർബന്ധിച്ചോണ്ട് മാത്രമാന്ന് പറയണം. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്, അപ്പൊ നിനക്ക് നിന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയല്ലേന്ന് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, അങ്ങനെയല്ല ആകാശേ, എനിക്കെന്തോ ഇഷ്ടമില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞ, പിന്നെ ആനന്ദേണ്ണെ വിഷമിക്കണ്ടല്ലോ എന്ന് കരുതി മാത്രം ഞാൻ വരണേന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, നിനക്ക് അതെ പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലെ പോകണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പോൾ പോകാതെ എന്നിട്ട് കാര്യമില്ല, ചെല്ലാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, അതോടൊപ്പം തന്നെ ആ ശ്രീദേവി അടുത്തേക്കാണെങ്കിൽ നമ്മൾ ചെല്ലുന്നോണ്ട് താല്പര്യമില്ലാന്ന് തോന്നേ, അവരങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുക. പറഞ്ഞൊന്നും ഇല്ലെങ്കിലും എന്തോ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോണേന്നൊക്കെ അവർ ചോദിച്ചു. അപ്പൊ ആനന്ദേട്ടൻ കാര്യം പറഞ്ഞിട്ടില്ലെന്നല്ലേ അതിനർത്ഥം. അപ്പൊ നമ്മളും കൂടെ ചെല്ലുന്ന അവർക്ക് ഇഷ്ടപ്പെടായിക വന്നാലോ? അങ്ങനൊന്നുമില്ല, ഇനിയിപ്പൊ ശ്രീദേവി അടുത്തിന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിലും ആനന്ദേട്ടൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ആകാശം എന്നൊക്കെ മീനാക്ഷി ചോദിക്കുകയാണ്. പക്ഷെ എങ്കിലും ആകാശോടും തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, ആനന്ദേട്ടനെ മാത്രം ആലോചിച്ചാൽ മതി, ആനന്ദേട്ടനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ശ്രീദേവി അടുത്ത് ഇന്നലെ വന്ന് കയറിയ പെണ്ണ, അറിയാലോ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശ്രീദേവി അടുത്തേക്ക് അറിയത്തില്ല. പക്ഷെ നീ അതിനു മുമ്പ് വന്നല്ലേ, നിനക്കറിയാമല്ലേ ആനന്ദേട്ടൻ ആരാ എന്താന്നൊക്കെയുള്ളേ, അതുകൊണ്ട് നീ അത് മാത്രം ചിന്തിച്ചാൽ മതി, ആനന്ദേട്ടനെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയാണ്. ആ സമയം മിത്ര കൊണ്ടാനുള്ള ഭാഗമൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ്. അപ്പോഴേക്കും ആര്യൻ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് അതിനോട് ചാര്യ, ആര്യനെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും എടുത്തു വെക്കാണ്ടോ, ഞാൻ കുറെ ഷർട്ടും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ആര്യനെ അതൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിയെടുത്ത് വെക്കാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നീ എടുത്തു വെച്ചൊക്കെ മതി എന്ന് പറയാണ്. പിന്നീട് മിത്രയോട് ചോദിച്ചു, അല്ല നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേന്ന് നിൽക്കേ? ഒന്നുമില്ലാന്ന് പറയാം. എന്താ ഈ ട്രിപ്പ് പോകുന്ന എനിക്ക് ഇഷ്ടമില്ലെന്ന് നിൽക്കുക? ട്രിപ്പ് പോകുന്നൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പോകുന്നേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ലോ എന്ന് പറയണം അധികമൊന്നും. ഇത് കേട്ടപ്പം ആരിനൊന്നും മിണ്ടിയില്ല. പിന്നീട് മിത്രോട് എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്, ഒരു പക്ഷേ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ രണ്ട് പുതിയ വ്യക്തികളായിരിക്കും എന്ന് പറയണം. ആരും ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്നുമില്ല, എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നിയെന്ന് പറയണം. നമ്മള് തനിച്ചവിടെ മുറിയെടുത്ത് വീടെടുത്ത് താമസിച്ച സമയത്തൊന്നും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല, പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് നിർത്തുവാണ്. ഈ സമയത്ത് ആരിനും തോന്നി, മുമ്പത്തെ പോലെയല്ല, മിത്രയോട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലൊരു കുളിർമയൊക്കെ തോന്നാറുണ്ട്, ഒരു പ്രത്യേക അടുപ്പമൊക്കെ തോന്നാറുണ്ട്. തന്റെ ഭാര്യയാന്നൊരു അവളൊന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു, അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ കഴുത്തിൽ താലി ചാർത്തിയെന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അവളെ ഒരു നിമിഷം കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഭയങ്കര വിഷമാണ്, അവളെക്കുറിച്ചുള്ള ചിന്തകളാണ്. അവളെ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പൊസിഷൻ എത്തിക്കണം, അതിനു വേണ്ടിയിട്ടാണല്ലോ താനീ കിടന്ന് കഷ്ടപ്പെടുന്നേ. മിത്ര ചോദിച്ചു, അല്ല എന്താ ആരിനെ ആലോചിക്കണമെന്ന് ചോദിക്കാം. ഞാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു, ഒരു പക്ഷേ ആനന്ദേന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ യാത്രയല്ലേ അവരും പോകുന്നേ, അപ്പം നമ്മളും അതുപോലെ തന്നെ നമ്മൾ പോകുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലോ അല്ലേന്ന് ചോദിക്കുക. എന്ത് ബുദ്ധിമുട്ട്? ആനന്ദേട്ടൻ നിർബന്ധിച്ചുകൊണ്ടല്ലേ നമ്മൾ പോണേന്ന് ചോദിക്കുക. അത് ശരിയാ,
പക്ഷെ നമ്മളൊരു കാരണവശാലും അവർക്കൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ലെന്ന് പറയാ. ആര്യം പറഞ്ഞു, ആ കാര്യമൊക്കെ എനിക്ക് വിട്ടാരേ. നമ്മൾ അതിനെ അവരെ ശല്യം ചെയ്യാനായിട്ട് പോലും പോകുന്നില്ല. നമ്മൾ മാറി ഏതെങ്കിലും വഴിക്കൂടെ നടക്കത്തുള്ളൂ. അവരവരുടേതായ ലോകത്തോട് പൊയ്ക്കോട്ടെ എന്ന് പറയാണ്. ഈ സമയം ബാലിന്റെ അരിയിലേക്ക് ഗോമതി വരുവാണ്. ഗോമതി വന്നിട്ട് പറഞ്ഞു, അതെ, ആര്യനും ആകാശവും എല്ലാം അവരെല്ലാരും കൂടെ ഒരുമിച്ച് യാത്ര പോണെന്ന് പറയണേ. അവര് പോകുന്നുണ്ടോന്ന് ചോദിക്കണം. അതെ, അവര് പോകുന്നുണ്ട്. അല്ല, നിന്നോട് ആരേ കാര്യം പറഞ്ഞേ? എന്നോട് മീനാക്ഷിയും ഇത്രയും പറഞ്ഞു പറയാണ്. ആനന്ദ് അവരെ നിർബന്ധിച്ചു, അതുകൊണ്ട് അവരാ കൂടെ പോകുന്നുണ്ടെന്ന് പറയാ. ഇത് കേട്ടതും ഒരു നിമിഷം ബാലനൊന്ന് ആലോചിച്ചു. ബാലൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ ആനന്ദിനോട് ചോദിച്ചപ്പോൾ ആനന്ദ് എന്നോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. അത് പിന്നെ ആനന്ദ് ചിലപ്പം പറയാതിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ പിന്നീട് പറയാന്ന് ഓർത്ത് കണ്ടിരിക്കും എന്ന് പറയാം. എന്നാലും അവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞല്ലോ. ഞാൻ അവനോട് ചോദിച്ചാ പോകുന്ന കാര്യത്തെക്കുറിച്ച്. ആ സമയത്ത് അവൻ പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, ഞങ്ങൾ തന്നെ പോയിക്കോളാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. ആ സമയം ഗോമതി പറഞ്ഞു, അതെ, പിള്ളേര് തന്നെ പോയിട്ട് വരട്ടെ. ഈ പറഞ്ഞ ആരനാണെങ്കിലും മിത്രയാണെങ്കിലും കല്യാണം കഴിഞ്ഞൊരു ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊന്നും പോയിട്ടല്ലോ. അതുപോലെ തന്നെ ആകാശിന്റെ കാര്യം മീനാക്ഷിയുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അവരെ അങ്ങനെ തന്നെ പെടുന്നത് ശരിയാണോ ഗോമതി എന്ന് ചോദിക്കാം. എന്താ ബാലേട്ടാ ഇത്? അവര് പിള്ളേരല്ലേ, അവരെ പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെ. കഴിഞ്ഞ പ്രാവശ്യം അന്ന് നമ്മൾ ആകാശിന്റെ മീനാക്ഷിയുടെ കൂടെ ട്രിപ്പ് പോയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. വെറുതെ എന്തിനാ നമ്മൾ പോയി പുലിവാല് പിടിക്കുന്നത്? കോമതിക്കറിയാം ഒരു പക്ഷേങ്കിൽ ബാലേട്ടനും കൂടെ ചെല്ലുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നൂറ് സംശയങ്ങളും കാര്യങ്ങളും. നേരമ്മടെ ഒന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ എവിടെ റൂം എടുക്കാനോ പോലും പറ്റില്ല. ഏറ്റവും ചീപ്പ് റേറ്റുള്ളതൊക്കെ ബാലൻ നോക്കുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ടൊക്കെ ബാലേട്ടൻ അവരോട് പോകാതിരിക്കും നല്ല. അതുകൊണ്ടാണ് ഗോമതി പറഞ്ഞത്, നമ്മൾ ഈ വയസ്സും പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഇനി നമ്മൾ അവരുടെ കൂടെ പോകേണ്ട കാര്യമില്ല, അവർ പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, എനിക്ക് എന്നാലും ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. എന്ത് ടെൻഷൻ? ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറയാണ്. പിന്നീട് എല്ലാവരും കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുവാണ്. ഈ സമയത്ത് ശ്രീദേവി ആനന്ദിനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. ആനന്ദ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു യാത്ര എന്ന് പറയാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും തനിച്ചായിരുന്നെങ്കിൽ അതൊന്നുകൂടെ സുന്ദരമായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആനന്ദ് ചോദിച്ചു, അതെന്താ ഇപ്പം അങ്ങനെ? അല്ല, അത് പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതെ, നമ്മുടെ സ്വർഗത്തിൽ അവർ കട്ടുറും പാനിട്ടൊന്നും വരുത്തൊന്നുമില്ല. നമുക്ക് നമ്മുടെ വഴി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരവരുടേതായ പാട് നോക്കി പോയിക്കോളും. പിന്നെ നമ്മുടെ കൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിൽ ശ്രീദേവിക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറയണം. ശ്രീദേവി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എന്നാലും പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. അതെ, അറിയാലോ, അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചങ്ക ആകാശം ആര്യനുമാണെങ്കിൽ അവരില്ലാതെ ഒന്നിനെക്കുറിച്ച് ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പകുതി അവർക്ക് പകുത്തു കൊടുത്താൽ ഞാൻ ജീവിച്ചു വന്നിരിക്കുന്നത്. അവരുടെ വലിയേട്ടനാണ് ഞാൻ. അപ്പൊ എനിക്കൊരു നല്ല കാലം വന്നു കഴിയുമ്പോൾ ഞാൻ അവരെയും കൂടെ കൂട്ടണ്ടേ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുപോലെ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലോ എന്ന് പറയാണ്. ഒരു പക്ഷേ ശ്രീദേവിനെ ഞാൻ ആലോചിച്ചുറപ്പിച്ച ഒരു കല്യാണം നമ്മൾ തമ്മിൽ ആയതുകൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ ഹണിമൂണ് പോലും സമ്മതിച്ചേ. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും സമ്മതിക്കത്ത് പോലും ഇല്ലായിരുന്നു പറയാണ്. ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ആനന്ദേട്ടാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വീണെടുത്ത് കയറി ഉരുളാൻ ശ്രമിക്കുകയാണ്. പിന്നീട് ശ്രീദേവി ചേർത്ത് പിടിക്കുകയാണ് ആനന്ദ്. ഈ സമയത്താണ് കഥകും തള്ളി തുറന്നുകൊണ്ട് മീനാക്ഷി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീദേവി പായ്ക്ക് ചെയ്ത് കഴിഞ്ഞോ അതൊക്കെ ചോദിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നായിരുന്നു. പെട്ടെന്ന് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും ഒരു നിമിഷം മീനാക്ഷി ഒന്ന് പകച്ചുപോയി. പിന്നീട് മീനാക്ഷി ശരി എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ആനന്ദ് ചോദിച്ചു, അല്ല എന്താ മീനാക്ഷി വന്നേന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയാണ്. അവൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, ഈ മീനാക്ഷിക്ക് ഒരു ബോധമില്ലെന്ന് പറയാണ്. വലിയ ജോലിക്കാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റൂമിലേക്ക് വരുമ്പോൾ ഒന്ന് തട്ടിയിട്ടൊക്കെ വരണ്ടേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അത് പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാന്നൊന്നും മീനാക്ഷിക്ക് അറിയത്തില്ലോ. മീനാക്ഷി പെട്ടെന്ന് അങ്ങ് കയറി വന്നാന്ന് പറയാം. എന്നാലും അതത്ര ശരിയായ സ്വഭാവമൊന്നും അല്ലെന്ന് പറയാണ്. ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി അഹങ്കാരം കൂടുതലുണ്ടോന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാം. അങ്ങനൊന്നും പറയരുത്, വെറുതെ എന്തിനാ അങ്ങനെയൊന്നും പറയുന്നത്? അങ്ങനെ ഒരു പെൺകുട്ടിയല്ല ഇതേ മീനാക്ഷി വീട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായെന്നറിയാവോ? മുമ്പത്തെ സ്വഭാവമൊന്നും അല്ല അച്ഛനിപ്പോൾ. അച്ഛൻ ഈ സ്വഭാവമേ ആയിരുന്നില്ലെന്ന് പറയണം. അച്ഛന് കുറച്ചുകൂടെ കർഷകക്കാരനായിരുന്നു. മീനാക്ഷി വന്നതിന് ശേഷം അതിന് കുറച്ച് അയവൊക്കെ വന്നേ. മീനാക്ഷി പിന്നെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നേർക്ക് നേർന്ന് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറയണം. ഇത് കേട്ടതും ഒരത്ഭുതം എന്നുമാണ് ശ്രീദേവി ചോദിച്ചു, അയ്യോ അങ്ങനെയൊക്കെ സംസാരിക്കുമോ മീനാക്ഷി? അതിനെന്താ, ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ മീനാക്ഷി അച്ഛനോ അമ്മയെന്നോ അങ്ങനെ നോക്കത്തില്ല, അപ്പൊ തന്നെ പ്രതികരിക്കുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, എന്താണ്, ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ അച്ഛനോട്. ബാലച്ചൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ജീവനാ. ഞാൻ എൻ്റെ അച്ഛനെപ്പോലെ തന്നെ ബാലച്ചനെ കരുതുന്നതെന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും പായ്ക്കെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഹാളിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ബാലനും ഗോമതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ധർമ്മന് ഭയങ്കര സങ്കടമാണ് കൂടെ പോകാത്തോണ്ട്. ഞാൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഞാനും ഹണിമൂൺ ട്രിപ്പൊക്കെ പോകും, അപ്പൊ നിങ്ങൾ ഒരെണ്ണത്തിനെയും കൊണ്ടുപോയില്ലെന്ന് ആകാശിനോട് പറയാണ്. ആകാശ് പറഞ്ഞു, അതെ മാമൻ വിഷമിക്കൊന്നും വേണ്ട, മാമന്റെ കല്യാണം കഴിയുമ്പോൾ മാമൻ തന്നെ പോയിക്കൊള്ളാനൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും പോകാനായിട്ട് റെഡിയായിട്ട് നിന്ന് കഴിയുമ്പോഴത്തേനും
ബാലന്റെ ഭാഗം ഉപദേശമായിരുന്നു. പിന്നീട് ബാലനൊരു വലിയ ക്ലാസ് തന്നെ എടുക്കണം. പോകുന്ന വഴിക്ക് നോക്കിയും കണ്ടും ഒക്കെ പോകണം. അറിയാലോ, അറിയത്തില്ലാത്ത കടയിൽ കയറി ഫുഡ് അങ്ങനെ നല്ല കടയിലൊന്നും അല്ലാത്തടത്ത് കയറി ഫുഡൊന്നും കഴിക്കില്ല. വയറ് കേടാക്കുകയും ചെയ്യരുത്, അയലോടെ ഇലോടൊന്നും അലഞ്ഞിരുന്ന് നടക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഉപദേശം തന്നെ കൊടുത്തു. ആനന്ദിനോടാണ് ഉപദേശം കൂടുതൽ. ആനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആനന് അവൻ്റെതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉപദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന സമയത്താണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. പെട്ടെന്ന് മീനാക്ഷി കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങേ തളിക്കുന്നു പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് മീനാക്ഷി വീഡിയോ നോക്കുവാണ്. അപ്പൊ ഒരു വീഡിയോസും കൂടെ മീനാക്ഷിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ഞെട്ടിപ്പോവാണ്. അപ്പൊ അതെന്താന്ന് അറിയത്തില്ല. നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയത്തുള്ളൂ എന്താ സംഭവം എന്നുള്ളത്. ഒരു പക്ഷേങ്കില് മീനാക്ഷിയുടെ യാത്ര മുടങ്ങുമെന്ന് അറിയത്തില്ല. ഹണിമൂൺ ട്രിപ്പ് അവർ പോകുന്നതോടൊപ്പം പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തോ ഒരു പണി മീനാക്ഷിക്ക് വരുന്നുണ്ട്. അത് ഓഫീസ് സംബന്ധമായ പണിയാണോ, ഇനിയിപ്പോ ആലോകം ഇതിനും എല്ലാം കൂടെ വെച്ച കെണിയാണെന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരു പക്ഷേങ്കിൽ എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞതൊക്കെ ഇനിയിപ്പോ യാത്ര മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവനാണ് രക്ഷപ്പെടാൻ പോകുന്നത്. കാരണം മീനാക്ഷിക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആകാശം പിന്നെ പോകുന്നില്ലെന്ന് നോക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആനന്ദിന്റെ ശ്രീദേവിയുടെ എല്ലാവരുടെ യാത്ര മുടങ്ങും. അങ്ങനെയാണെങ്കിൽ അലോകും ഇതിനൊക്കെ അവരെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരുടെ പ്ലാനുകളും പദ്ധതിയും ഒക്കെ പൊളിയുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.